പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺമണി ഇനിയും അപമാനിക്കപ്പെട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി കൃഷിനെ ചെന്ന് കാണുന്നു. കൃഷ് സാറ് കൂടി അറിഞ്ഞിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? എന്തായാലും നന്നായി കൃഷ് സാറേ, എനിക്ക് വളരെയധികം സന്തോഷമായി. കൃഷ് സാറ് ചെയ്തു തന്നതിനെല്ലാം എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കൺമണി, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ പരസ്യത്തെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. ഓ, സാറിന് ഒന്നും അറിയില്ല. സാറ് MD ആയി ഇരിക്കുന്ന ഈ കമ്പനിയിലെ ഒരു കാര്യവും സാറിനറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല എന്ന സാറ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺമണി, ഈ നീക്കം എൻ്റേതല്ല, മാനസയുടേതാണ്. അവളാണ് ആരോടും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നതാണ് സത്യം. പക്ഷെ എന്തു ചെയ്യാം, കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെയാണല്ലോ വന്ന് സംഭവിക്കുന്നത്. ഞാനെന്ത് ചെയ്യാനാ? സാറിനി ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തുകൊള്ളാം. ഇതെന്റെ റിസൈൻ ലെറ്ററാ. സാറ് ഇത് വാങ്ങിക്കണം. കൺമണി, അത് കൂടുതലൊന്നും എന്നോട് പറയണ്ട. ഇത് കണ്ടിട്ട് മാനസ സന്തോഷിക്കുകയാണ്. ഓ ദൈവമേ, ഞാൻ കാത്തിരുന്ന ആ നിമിഷം, അത് ഇപ്പോഴാണ് വന്നെത്തിയത്. ഇത്രയും നാൾ ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കുമോ എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം കൺമണി, നിന്റെ റിസൈൻ ലെറ്റർ എനിക്ക് കാണണ്ട, ഞാനത് അംഗീകരിക്കുകയില്ല. സാറേ, ഞാനിവിടെ എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി അവസാനിപ്പിച്ചേക്കാം. എന്ത് കാര്യം? നീ എന്താണ് പറയുന്നത്? ദേ, ഇത് സാറ് എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന ഈ സമ്മാനം. മടുത്തു എനിക്കിത്. മതി. ഇത് ഞാൻ വലിച്ചു പൊട്ടിച്ച് ഇവിടെ സാറിന് തന്ന് പോവുകയാ. ഇത് കേട്ട് മാനസയാകെ ഞെട്ടിപ്പോവുകയാണ്. എന്ത്? കൃഷ് കഴുത്തിൽ താലികെട്ടി കൊടുത്തെന്നോ കൺമണിക്ക്? ഇതോടെ കൃഷ് കൈ പിടിച്ച് വലിച്ച് താലി മാറ്റിയിരിക്കുകയാണ് കൺമണിയുടെ കഴുത്തിൽ നിന്ന്. മാത്രവുമല്ല, റിസൈൻ ലെറ്റർ വലിച്ചു കീറി എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. കൺമണി, നീ ആവശ്യമില്ലാതെ ഇമോഷണലായി ഓരോ കാര്യം ചെയ്യരുത്. നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ മാനസയല്ല, മറ്റാര് പറഞ്ഞാലും നടക്കില്ല. മനസ്സിലായോ നിനക്ക്? പിന്നെ ഈ താലി പൊട്ടിക്കേണ്ട കാര്യമൊന്നും നീ ആലോചിക്കുകയേ വേണ്ട. അത് നിന്റെ കഴുത്തിൽ തന്നെ കിടക്കും. മനസ്സിലായോ കൺമണി? ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇതോടെ ഈ കാര്യം അറിയുന്ന മാനസ ഉടൻ തന്നെ കൃഷിന്റെ വീട്ടിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് കണ്ട് ഞെട്ടിപ്പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും. എന്താ മാനസ, കമ്പനിയിൽ പോയില്ലേ? എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ? ആ, ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ ഉണ്ടായി, അതുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വന്നത്. എന്തവസ്ഥ ഉണ്ടായി എന്നാ പറയുന്നേ? മനസ്സിലായില്ല. അത് കൃഷിന്റെ കല്യാണം കഴിഞ്ഞു. എന്ത്? നീ തമാശ പറയുകയാണോ? ഇങ്ങോട്ട് വന്നിട്ട് കൃഷിന്റെ കല്യാണം കഴിഞ്ഞത്രേ. നീയുമായുള്ള വിവാഹം നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ കഴിയാനാ? ഞാനുമായിട്ടല്ല, കൃഷിന്റെ വിവാഹം കഴിഞ്ഞത് ആ കൺമണിയുമായിട്ടാ. കൺമണിയുമായിട്ടോ? അതെ, കൃഷ് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞു. ഞാനത് നേരിട്ട് കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അവൾ ആ താലിയുമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്ത്? ആന്റിയമ്മ ആകെ പകച്ചു പോവുകയാണ്. ഞാൻ സത്യമാണ് പറയുന്നത്, ഞാനത് നേരിട്ട് കണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ കൃഷിനോട് വിളിച്ച് ചോദിക്കാമല്ലോ, ഞാനും ഇവിടെയുണ്ട്. ഇതോടെ സാഗർ
എത്രയും പെട്ടെന്ന് കൃഷിനെ ഇങ്ങോട്ട് വിളിക്കണം. കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് അറിയേണ്ട ചുമതലയില്ലേ? അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല ഈ കാര്യങ്ങൾ. നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. ആ, ശരി അന്റിയമ്മ എന്ന് പറഞ്ഞ് കൃഷ് ഉടൻ തന്നെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതിനെ തുടർന്ന് എത്തിയിരിക്കുകയാണ് കൃഷ് സാഗറിന്റെ അടുത്തേക്ക്. എന്താ അച്ഛാ, എന്താ കാര്യം? ഇത് കേട്ട് ആന്റിയമ്മ എന്താ കാര്യമെന്നോ? നിന്റെ കല്യാണം കഴിഞ്ഞോടാ? നീ ആ കൺമണിയുടെ കഴുത്തിൽ താലി കിട്ടിയോ? ഈ ചോദ്യം കേട്ട് ആകെ പകച്ചു പോവുകയാണ് കൃഷ്. ഇപ്പോൾ എന്താണ് ഉത്തരം പറയേണ്ടത് എന്നറിയാതെ കൃഷ് പകച്ച് നിന്നു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.